ഹലോ എവരിവൺ. ഇന്ന് നമ്മുടെ പേഷ്യൻ്റ് ലക്ഷ്മി അല്ലേ? ലക്ഷ്മിക്ക് പവർ ലിഫ്റ്ററാണ്. ലക്ഷ്മീൻ്റെ ഫോർ ആംസിലും റിസ്റ്റ് പെയിനും ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ റിസ്റ്റിൽ ഇങ്ങനെ നമ്മുടെ തള്ളവിരലിൽ നിന്ന് അല്ലേ ഒരു പെയിൻ റേഡിയേറ്റ് ചെയ്യുന്നു, പിന്നെ ചെറുവിരലിൽ നിന്ന് താഴോട്ട് ഒരു പെയിൻ റേഡിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ നമ്മുടെ കാർപ്പൽ ബോൺസിൻ്റെ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടെന്നുള്ളതാണ് കണ്ടത്. പിന്നെ അതുപോലെ തന്നെ സുപ്പനേറ്റർ മസിൽസും പ്രൊനേറ്റർ മസിൽസും സ്റ്റിഫായിട്ട് അത് ബാധിച്ചിട്ടാണോ എന്നുള്ളത് ഒരു സംശയമുണ്ട്. അപ്പോൾ നമ്മൾ സുപ്പനേറ്ററും പ്രൊനേറ്ററും റിലീസ് ചെയ്യും. അതിനൊപ്പം തന്നെ ബാക്കി ഇത് ടൈറ്റൻ ആകാനായിട്ടുള്ള അതിൻ്റെ എക്സസൈസും ബാക്കി കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. അപ്പോൾ നമുക്ക് സുപ്പനേറ്ററും പ്രൊനേറ്ററും എങ്ങനെ റിലീസ് ചെയ്യുന്നെന്നുള്ളത് കാണാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി ആദ്യം ആൽക്കഹോൾ സൈപ്പ് യൂസ് ചെയ്യും. ഡ്രൈ നീഡിൽ വെച്ചിട്ടാണ് നമ്മളിത് ക്ലിയർ ചെയ്യാൻ പോകുന്നത്. 25 mm നീഡിലാണ് യൂസ് ചെയ്യുന്നത്. വേണ്ട, മുറുക്കി പിടിക്കണ്ട, റിലാക്സ് ചെയ്ത് വെച്ചാൽ മതി. നമ്മൾ ഈ ആൽക്കഹോൾ ഇരിക്കുന്ന സമയത്ത് കുത്തിക്കഴിഞ്ഞാൽ ഭയങ്കര പെയിൻ ആയിരിക്കും, കാരണം അതിൻ്റെ നീറ്റലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അതൊന്ന് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ ചെയ്യുള്ളൂ. പേടിക്കൊന്നും വേണ്ട. ഈ പെയിൻ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അവിടെ അകത്ത് വിട്ടേക്ക്, അങ്ങനെ അറിയാൻ പറ്റുന്നുണ്ടോ? അനങ്ങുന്നുണ്ട്. ആ റേഡിയേറ്റിംഗ് പെയിന് ഇല്ല, ഓക്കെ ആണ്. എന്തെങ്കിലും ചെയ്ത് നോക്കണോ? ഞാൻ നോർമലി ഈ ഒരു ഇത് ചെയ്യുമ്പോഴായിരുന്നു എനിക്ക് വേദന. ഓക്കെ, ഇപ്പം അത് അങ്ങനെ ഇല്ല, കുഴപ്പമൊന്നുമില്ലല്ലോ. തിരിച്ച് ചെയ്ത് നോക്കും, തിരിച്ച് പ്രസ് ചെയ്യണം. കുഴപ്പമൊന്നുമില്ലല്ലോ, ഓക്കെ അല്ലേ? അത് അത് വരും. നമ്മൾ അടുത്ത അപ്പുറത്തെ മസിൽ ചെയ്തില്ലായിരുന്നു, പ്രൊനേറ്റർ നമ്മൾ റിലീസ് ചെയ്തില്ലായിരുന്നല്ലോ. എല്ലേ നല്ല മസിൽ കണ്ടുപിടിക്കും. ചോര വരും. ക്യാപ്പിലറീസിൽ കൊള്ളുമ്പോഴേ ചോര വരുള്ളൂ.
ഞാൻ പിന്നെ വളരെ കെയർ ചെയ്താണ് കുത്തുന്നത്. അപ്പോൾ അങ്ങനെ പൊതുവെ വരാറില്ല, വല്ലപ്പോഴും വരും. ചെയ്തോ? ഇത് പ്രസ് ചെയ്യാൻ നോക്കാം. ഒരു ഷൂട്ടിംഗ് ഇത് ഉണ്ടോ ഇപ്പോഴും? ഇല്ല, മാറി ചെറുതായിട്ടുണ്ട്. അത് മാറും. ഒന്നുകൂടി ആണെങ്കിൽ ഞാൻ നോക്കിയിട്ട് റിലീസ് ചെയ്യാം. ഇല്ല, ഓക്കെ, ഫ്രീ ആയിട്ട്. ഒറ്റ പ്രാവശ്യം വിളിച്ചാൽ തിരിച്ച് രണ്ട് സൈഡും ടെസ്റ്റ് ചെയ്യണം. നല്ല വ്യത്യാസമാണ്. റേഞ്ച് ഓഫ് മോഷൻ കൂടിയിട്ടുണ്ടാവും. ഫ്രീ ആയി. പിന്നെ ഞാൻ പിടിക്കുമ്പോൾ ഇങ്ങനെ ഈ മൂവ്മെൻറ്റ് ചെയ്ത് നോക്കി, റെസിസ്റ്റ് ചെയ്യാം, ചെയ്തോ. ഫോർ ആംസിൽ ചെയ്യുന്ന പോലെ പെയിൻ ഫീൽ ചെയ്യുന്നുണ്ടോ? റിലാക്സ് ചെയ്ത് റിപ്പീറ്റ് ആയിട്ട് ചെയ്യും. ഫോർ ആംസിൽ ചെയ്യുന്ന വർക്കൗട്ട് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ പ്രശ്നമൊന്നുമില്ല, വേറെ ഒന്നുമില്ല. ഇത് ക്ലിയർ ആയിട്ട് മാറാനായിട്ട് ഞാനിപ്പോൾ പറഞ്ഞ പോലെ സുപ്പനേറ്ററും പ്രൊണേറ്ററും ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇഷ്യൂ കൊണ്ടാണ് അങ്ങോട്ട് റേഡിയേറ്റ് ആയിക്കൊണ്ടിരുന്നത്. പിന്നെ ഇവിടുത്തെ ഇൻസ്റ്റെബിലിറ്റി അത് പെട്ടെന്ന് മാറൂല. അതിന് റെസ്റ്റ് ഇമ്മൊബിലൈസർ യൂസ് ചെയ്ത് ഒരു 1 വീക്ക് യൂസ് ചെയ്ത് ഇവിടുത്തെ ഇൻഫ്ലമേഷനും പെയിനും കംപ്ലീറ്റ് ആയിട്ട് മാറിയതിന് ശേഷം ഞാൻ പറഞ്ഞ റീഹാബ് എക്സസൈസ് ചെയ്യണം. അത് ചെയ്ത് ആ റീഹാബ് എക്സസൈസ് ഒരു 1 വീക്കോളം ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ ചുറ്റിനുള്ള മസിൽസും ജോയിൻസും ഒക്കെ ഇതിൻ്റെ മൊബിലിറ്റിയൊക്കെ കംപ്ലീറ്റ് ആയതിനു ശേഷം ഹെവി ലോഡ് ചെയ്താൽ മതി. ഇതിൻ്റെ ലോഡ് വരുന്ന ഹെവി ലോഡ് വെച്ച് കഴിഞ്ഞാൽ ബെഞ്ച് പ്രസ് ആയാലും അതുപോലെയുള്ള എന്തായാലും ഹെവി ആയിട്ട് ചെയ്യാൻ നേരത്ത് പറ്റുമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്ത് റീഹാബ് കംപ്ലീറ്റ് ആയതിനു ശേഷം തുടങ്ങുക. അതാണ് ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും വന്നുകൊണ്ടിരിക്കും. അത് വലിയ ഇഞ്ചുറിയൊക്കെ ആകാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിന് മുമ്പേ സ്ട്രെങ്തനിങ് ചെയ്ത് ലോഡ് നോക്കുന്ന ടൈം അപ്പോഴാണ് പണി കിട്ടണത്. കാരണം അതാണ് കാരണം നമ്മൾ ഓരോ ജോയിൻസും ഓരോ മസിൽസും വേണ്ടത്ര സ്ട്രെങ്തനിങ് ചെയ്തില്ലെങ്കിൽ ഈ സമയമാകുമ്പോൾ പണി കിട്ടും. അത് മസ്റ്റാണ്. നമുക്ക് നേരത്തെ എന്തെങ്കിലുമൊക്കെ വീക്ക്നെസ് ഉള്ളത് നമ്മൾ ഓഫ് സീസണിൽ ക്ലിയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സീസൺ നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ 24/7 ഇടണം. ജോയിൻസ് സ്ട്രെയിൻ ചെയ്യുന്ന പരിപാടി ചെയ്യരുത്. ഈ സ്ട്രെങ്തനിങ് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ അതും ഹെവി ഉടനെ എടുത്തിട്ടുള്ളതിൽ സ്ട്രെങ്ത് ആണ്. ചെസ്റ്റിനൊക്കെ സ്ട്രെങ്ത് ആണ്, ചെസ്റ്റ് മസിലിന് സ്ട്രെങ്ത് ആണ്. അതുകൊണ്ട് ബെഞ്ച് പ്രസ് ചിലപ്പോൾ ചെയ്യാൻ പറ്റും, പക്ഷെ ഇതിന് താങ്ങാൻ പറ്റില്ല. അപ്പം ഇത് എന്തൊക്കെ ചെയ്യുമ്പോൾ പെയിൻ ഉണ്ടാകാറുണ്ടോ അതൊന്നും ഇത് റീഹാബ് കംപ്ലീറ്റ് ആകുന്നവരെ ചെയ്യരുത്. അതിന് ശേഷം ചെയ്തോ. പിന്നെ ചെറിയ ഡമ്പൽ വെച്ചിട്ട് സുപ്പനേഷൻ പ്രൊണേഷൻ ഫുൾ റേഞ്ച് ഓഫ് മോഷനിൽ മാക്സിമം തിരിച്ച് ഫുൾ റേഞ്ച് ഓഫ് മോഷനിൽ ചെയ്യണം. ടൈം എടുത്ത് ചെയ്യണം. അപ്പോഴേ ഈ മസിൽസിൻ്റെയും കൂടി മൊബിലിറ്റി ഫ്ലെക്സിബിലിറ്റിയൊക്കെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ.